നമ്മുടെ ചാനലിലെ ലേറ്റസ്റ്റ് വീഡിയോ ഓസ്ട്രേലിയയിലെ നേഴ്സ് ടീച്ചർ ഓണ്ടർപ്രണർ കണ്ടവർക്ക് ലൈക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. വീഡിയോൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് റേച്ചലിൻ്റെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞില്ല എന്നായിരുന്നു. ശരിയാണ്, വീഡിയോ ലെങ്ത് കൂടിയപ്പോൾ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ. ഇൻസ്റ്റ പേജിലും ഫേസ്ബുക്ക് പേജിലും റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പിടിച്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് സിയ ബോട്ടിക്കലാണ് കേട്ടോ. കാൻബറയിലാണ് സിയ ബോട്ടിക്കുള്ളത്. സിയ ബോട്ടിക്കിൻ്റെ ഓണറാണ് ഇത് റേച്ചൽ. നേഴ്സാണ് അല്ലേ? കറക്റ്റ് അല്ലേ? നേഴ്സാണ്, പിന്നെ ടീച്ചറാണ്, ഓൾസോ ഓണ്ടർപ്രണർ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നല്ല യുണീക്ക് കളക്ഷൻസ് നമുക്ക് കിട്ടും. പിന്നെ റേച്ചലിനോട് ഒരു കാര്യം ചോദിക്കും, ഇത് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? മൂന്നും കൂടി പാഷൻ ആയതുകൊണ്ട് ഇതെനിക്കൊരു ബേർഡൻ ആയിട്ട് തോന്നാറില്ല. എനിക്ക് ടൈം മാനേജ്മെന്റ് വൈസ് ഞാൻ ഇതിന് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ച് സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ വന്നെല്ലാം ചെയ്യുന്നതും ടാഗ് ചെയ്യുന്നതും പുതിയ ഓർഡേഴ്സ് എടുക്കുന്നതും മറ്റു കാര്യങ്ങളിലായിട്ടൊന്നും ക്ലാഷ് ചെയ്യാതെ വരാറില്ല. ഓരോന്നിനും ഓരോ സമയം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ്സ് ഗുഡ്. പിന്നെ നമുക്ക് ആ പാഷനും കൂടി വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ബേർഡനായിട്ട് ഒരിക്കലും തോന്നില്ല, അല്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. റേച്ചലിന്റെ ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്കാണ് അല്ലേ? എല്ലാം ഒരു സിംഗിൾ പീസ് മാത്രമേ വരുള്ളൂ. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഈ കാണുന്നത് ഭയങ്കര സോഫ്റ്റാ, മൊഡാൽ അല്ലേ? ഓക്കെ. മൊഡാൽ സിൽക്ക് ആണ് ഇത്, സിൽക്ക് മെറ്റീരിയൽ. അതുപോലെ ഇതാ ഇവിടെ ചന്തേരി നല്ല ലൈറ്റ് കളറിൽ ഒരു വർക്ക് വന്നിട്ട് അല്ലേ? ഓക്കെ. ഡിജിറ്റൽ പ്രിന്റില് കാന്ത വർക്ക് വരുന്നതാണ് ഈ ഒരു സൽവാർ. ഇനി നമുക്ക് ആ ടസറിന്റെ ഒരു സൽവാർ ഒന്ന് കണ്ടാലോ. ഇതാണ് ടസറിൽ വരുന്നത്. ടസറിൽ സാരിയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഭയങ്കര ഫാഷനാണ്. ഇതാണ് എലഗന്റ് ലുക്കാണ്. ഇത് ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ ഇത് തന്നെ നമ്മൾ ഇവിടെ എംബ്രോയിഡറി ചെയ്താണ്. അപ്പൊ ദിസ് ഈസ് എക്സ്ക്ലൂസീവ് ടു സിയ. സിയയുടെ പ്രൊഡക്റ്റ് ആണ്. ഓ, ഇതേ സെയിം എംബ്രോയിഡറി, ബോർഡറിലുള്ള എംബ്രോയിഡറി ഇതുപോലെ നെക്കില് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ വേറൊരു പീസ് നമുക്ക് കിട്ടില്ല. നമ്മുടെ എവർഗ്രീൻ ജോർജറ്റ്. ജോർജറ്റില് നല്ല ക്രിസ്മസിനൊക്കെ പറ്റിയ നല്ല ചുരിദാറാ. നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ്. തൊട്ട് നോക്കുമ്പോ തന്നെ അറിയാം നല്ല ഹെവിയാണ് എല്ലാം. പക്ഷെ നല്ലതായിട്ട് ലൈനിങ് ഒക്കെ വെച്ചാണ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. അതെല്ലാം ഇന്റർലോക്ക് ഓവർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണോ? എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ് മെജോറിറ്റി. ഈ പാന്റിന്റെ സ്റ്റൈല് ഇത് എന്താ പറയാ? പലാസോ പാന്റ്. ഓക്കെ. കാരണം നാട്ടിലെ പാന്റുകൾ ഇങ്ങനെ മാറി ഒരു സമയത്ത് ചെല്ലുമ്പോ പെൻസിൽ പാന്റ്, പിന്നെ ചെല്ലുമ്പോൾ ചുരുക്കമൊക്കെ ചുടിബോട്ടൊക്കെ പോയി തോന്നുന്നു അല്ലേ? ഇപ്പൊ ചുടിബോട്ടം ഒന്നുമില്ല, ഇപ്പൊ കുറച്ചുകൂടി ചുടിയില്ല. പലാസോ ജോർജറ്റ് തന്നെ. ഇത് വളരെ എല്ലാം ഒരു ഏകദേശം ഒരു ഫംഗ്ഷനൊക്കെ എല്ലാം ഇട്ടുണ്ട് പോകാൻ പറ്റുന്നത്. നല്ല ഇത് ഒരു പേസ്റ്റൽ പാസ്റ്റൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഷെയ്ഡ്. ഇത് നല്ല രീതിയിൽ ഇപ്പൊ ട്രെൻഡായി വരുന്ന കളർ. വേറൊരു ടസറിന്റെ ഒരു സൽവാറാണ്, ഒരു മണ്ണിന്റെ കളറ്. അതിന്റെ ഷോള് നോക്ക്, നല്ല രസമല്ലേ? നല്ല സോഫ്റ്റ്, നല്ല കോട്ടൺ. അതിന്റെ നെറ്റ് കോട്ട ഫോട്ടോ കണ്ടതുപോലെ ഇങ്ങനെ ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? പോട്ട്ലി ബട്ടൺ. ഇനി നമ്മുടെ സാരികൾ കാണാൻ പോവാണ് കേട്ടോ. അതൊക്കെ ക്രിസ്മസിന് പറ്റിയ വേറൊരു സാരി. ക്രിസ്മസിന് മാത്രമല്ല, റെഡ് മുന്താണി വന്നിട്ട് നല്ല ബ്രൊക്കേഡ് വർക്ക്. സെമി ബനാറസ് അല്ലേ? സെമി ടസറാണ്. ഒരു ഗ്രീൻ ആൻഡ് മസ്റ്റേർഡ് കോമ്പിനേഷനില് ടസർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കലങ്കാരി എന്റെ ഫേവറേറ്റ് ആണ്. കലങ്കാരി അത് ഡിജിറ്റൽ കലങ്കാരിയാണ്, സീരിയലാണ്. നല്ല ഇതാണ്, നല്ലതല്ലേ? ഒരു കളറും കൂടി ഉണ്ട്. നല്ല ബ്ലൗസ് പീസും ഉണ്ട് ഇതിൽ തന്നെ. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇതൊക്കെ 90 വിത്ത് ബ്ലൗസ് പീസ്. നന്നായിട്ടുണ്ടല്ലേ? നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ്, കലങ്കാരി ഡിജിറ്റൽ പ്രിന്റ്. നല്ല സോഫ്റ്റാ. ഒട്ടും ഇങ്ങനെ സാരി കൊടുത്തെന്ന് അറിയുമ്പോഴും ഭയങ്കര സോഫ്റ്റാ. നമ്മുടെ പണ്ടത്തെ മോർണിംഗ് ആൻഡ് ഈവനിങ്. മോർണിംഗ് ആൻഡ് ഈവനിങ് ആണോ? മോർണിംഗ് ആൻഡ് ഈവനിങ് എന്ന് പറയും ചിലവരെങ്കിൽ എൻഗേജ്മെന്റ്. ഇവിടെ എടുക്കുമ്പോൾ ഒരു കളറ് തിരിച്ച് വൈകിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ താഴെ ചിലപ്പോ ഈ കളർ വരും. അങ്ങനെ ബ്ലൗസിന് രണ്ടെണ്ണം. ബ്ലൗസ്. പക്ഷെ ഇത് വേണമെങ്കിൽ ബ്ലൗസ്, ഇതും വേണമെങ്കിൽ ബ്ലൗസ്.
നല്ല റാണിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എപ്പോഴും നമുക്ക് ട്രെൻഡ് പോണ കാര്യങ്ങളാണ്. ഒരു ബനാറസി ലുക്കുള്ള ഒരു സാരി അല്ലേ, നല്ല ഗ്രീന്, നല്ല ഗ്രീൻ ആണ്, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയേണ്ട ആ ഒരു ഗ്രീൻ ആണോ, വിത്ത് ബ്ലൗസ് പീസ് അല്ലേ. എല്ലാം ബ്ലൗസ് പീസ് ഇവിടെ അതെല്ലാം നോക്കിയാ മേടിച്ചിട്ട് വരണേ, വേണ്ടി മേടിക്കാൻ പിന്നെ പോകണ്ടല്ലോ. അതെ, ഇവിടെ ബ്ലൗസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതൊരു വെറൈറ്റി ബോർഡർ ആണല്ലോ. അതാണ് സിയയുടെ പ്രത്യേകത. ഇതാണ് സിയയുടെ പ്രത്യേകത കേട്ടോ, യുണീക്ക് കളക്ഷൻ വേണമെന്നുള്ളവർക്ക്. അതായത് നമ്മള് രമേശിന്റെ കടയിൽ നിന്ന് എടുത്തൊന്നും ആരും പറയില്ല. സിയ വന്നു കഴിഞ്ഞാല് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല, സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് അല്ലേ, ആ ഒരു കോംബോ, ഒരു വെറൈറ്റി കോംബോ ആയിട്ടുണ്ട്. നല്ല സിൽക്ക് തന്നെയാണ്. അത് വരുന്നത് റെഡ്. നല്ലതാ, ഒരു ക്ലാസി കോമ്പിനേഷൻ അല്ലേ. നൈസ്. ഓ, ഇത് നല്ലതാണല്ലോ, വിത്ത് സിൽവർ കോംബോ. ഓ, ദിസ് ഈസ് നൈസ്. ഒന്നേ ഉള്ളൂ കേട്ടോ, ദിസ് ഈസ് റിയലി നൈസ്. കാണുള്ളൂ. പക്ഷെ ഉടുക്കാനും നല്ല സുഖമാണ്. നൈസ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് സെമി ബനാറസി ആണോ ഇത്? ഇതിന് എത്ര റേറ്റ് വരുന്നത് ഈ ഒരു സിൽവർ കോംബോ? ഇതിന് 100. 100. ഞാൻ 100ന്റെ ഒരു സാരി ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ഒരു കോംബോ അല്ലേ, ഒരു ബ്ലാക്ക് സിൽവർ. ഞാൻ കൂടുതലും ഗോൾഡനെ കുറെ കണ്ടേക്കുന്നത്. ഇതൊരു വെറൈറ്റി ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതിന് $100. ഇതാണ് ജൂട്ട് സിൽക്ക്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മോൻ്റെ മാമോദീസക്ക് ജൂട്ടായിരുന്നു കൊടുത്തത്. അത് അന്ന് ചാക്ക് പോലെയായിരുന്നു ആ സാരി ഉണ്ടായിരുന്നേ, 2013. ഇത് നല്ല സോഫ്റ്റാ. ഇതിന്റെ ബോർഡർ നല്ല രസമുണ്ട്. ജൂട്ട് ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ ആണോ അതോ മെറൂൺ ആണോ? ആ കളറാണ്. ഓക്കെ, നല്ലതാ ജൂട്ട് സിൽക്ക്. ഞാൻ ഇങ്ങനത്തെ ജൂട്ട് സിൽക്ക് ആദ്യമായിട്ട് കാണും. ഇവിടെ അജ്രക്കില് മൊഡാൽ സിൽക്ക്, നല്ല സോഫ്റ്റ് ആണ്. അജ്രക്ക് ഇഷ്ടമുള്ളവർക്ക്, സാരി ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സാരി ഉടുക്കുന്നുള്ളവർക്ക് അജ്രക്കിലെ മൊഡാല്. ഒരു കോഫി ബ്രൗൺ ആണെന്ന് തോന്നുന്നു അല്ലെ, പോലത്തെ ഒരു കളർ. ഇതെന്ത് സാരി അത്? സെമി സിൽക്ക്. സെമി സിൽക്ക്, ഒരു പീകോക്ക് ഗ്രീൻ പോലെ അല്ലേ, വിത്ത് ബ്ലാക്ക്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും, നല്ലൊരു എടുപ്പായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കൂടുതലും ലേഡീസിന്റെ ചുരിദാറും സാരിയാണോ? കിഡ്സ് ഐറ്റംസ് ഉണ്ടോ അതോ? ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ചുരിദാറ്, സാരി, പറഞ്ഞ പോലെ യുണീക്ക് പീസസ് ആണ് ഇവിടെ ഉള്ളത്. ഓഫീസ് ടോപ്സ് ഉണ്ട്. ഓക്കെ, ഓഫീസ് ടോപ്പ് പോലെ ഉണ്ട് അല്ലേ. നല്ലൊരു ചെറിയൊരു ജൂട്ട് മിക്സ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഈ ഒരു ടസറാണോ? ടസറും ജൂട്ടും മിക്സും ഉണ്ട് അല്ല അല്ലേ. പക്ഷെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. പള്ളിയിലേക്കൊക്കെ കൊടുക്കാം അല്ലേ. ഓറഞ്ച് ബ്ലൗസ് ഇതിൽ ബ്ലൗസ് പീസ് ഉണ്ട്. മൊഡാലിന്റെ വേറൊരു കളർ, നല്ലൊരു ഒരു ലൂയിക്കയുടെ കളർ ഉള്ളിട്ട്, അതൊരു ചെറിയ കളർ, നല്ല കളർ, നല്ല സോഫ്റ്റ് ആണ്. ഇപ്പം ഏതാണ്ട് ഒരു കല്യാണിൽ ഒരു ജയലക്ഷ്മി പോയൊരു ഫീൽ ഇല്ലേ. അപ്പൊ നാട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തവരൊക്കെ ഇങ്ങോട്ട് പോരട്ടോ. നാട്ടിൽ പോയില്ല, ഡ്രസ്സ് കിട്ടിയില്ല, വിഷമിക്കണ്ട. സിയ ബോട്ടിക് അല്ലേ. അപ്പം കാൻബറയിലാണ് നമ്മുടെ സിയ ബോട്ടിക് ഉള്ളത്. അപ്പൊ റേച്ചലാണ് അതിന്റെ ഓണർ. റേച്ചൽ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ നവംബർ 26 ആകുമ്പോൾ 1 ഇയർ കംപ്ലീറ്റ്. സിയയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. ഇത് ഓർഗൻസ സാരിയിൽ ഹാൻഡ് പെയിന്റഡ് ആണ്. അപ്പം ഇതിൽ സ്കാലപ്പ് വർക്ക് ഒക്കെ ചെയ്ത് ബ്ലൗസ് പീസ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫോൾ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം സാരിക്ക് അതിൻ്റെതായ ഒരു ലുക്ക് വേണമെങ്കിൽ സ്കേർട്ട് മാത്രം ഒന്ന് എടുക്കേണ്ടി വരും. പക്ഷെ അല്ലാതെ നല്ല പെയിന്റിങ് അല്ലേ, ഹാൻഡ് പെയിന്റിങ്. അതുപോലെ ഈ ഒരു സാരി ഫോള് വെക്കലാണ് ഒരു പണി. പക്ഷെ ഫോള് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭംഗിയും പിന്നെ അടി തട്ടാതിരിക്കാനും ഹെൽപ്ഫുൾ ഒക്കെയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടല്ല ബ്ലൗസ് പീസും ഉണ്ട്, തയ്പ്പിച്ചാൽ മാത്രം. ഈ ഷോപ്പ് അല്ലാതെ പിന്നെ റേച്ചല് ഇങ്ങനെ സിഡ്നിയിലൊക്കെ പോവാറില്ല എക്സിബിഷൻ? സിഡ്നിയിലുണ്ട് ആണോ? ഓക്കെ. സിഡ്നിയിൽ എവിടെയായിട്ടാ? ജോർഡൻ സ്പ്രിങ്സ് എന്നാണ് ബ്ലാക്ക് ടൗൺ അടുത്ത്. അപ്പൊ സിഡ്നിയിലുള്ളവർ ഇങ്ങോട്ട് വരണമെന്നില്ല, കാൻബറയ്ക്ക് ബുദ്ധിമുട്ടി വരണമെന്നില്ല. അവിടെയും ഉണ്ട് ഇതിന്റെ ഒരു സിസ്റ്റർലി ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെയും വന്ന് വാങ്ങിക്കാവുന്നതാണ്. നല്ല നല്ല സാരികള്. നല്ല കളർ. ഇതാണ് പെൻ കലങ്കാരി. ഇതിന്റെ എന്താ പ്രത്യേകത? കുറച്ചും കൂടി ഒരു ഗ്ലിറ്ററി ഒരു ലുക്ക് ഉണ്ട് അല്ലേ. സെമി സിൽക്ക് ആണ്, സിൽക്ക് അല്ല. പിന്നെ ഇത് പെൻ കലങ്കാരിയാണ്, ഡിജിറ്റൽ പ്രിന്റ്.
ഒരു പ്രത്യേക ഒരു കളറ്, ഇത് ഒരു ലാവെൻഡർ അതുകൊണ്ട് ഇവിടെ നൈസ്. പിന്നെ നല്ല സിൽവർ ഈ സാരിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അതോ ഓൾ ഇന്ത്യ? ഞാൻ ഓൾ ഇന്ത്യയിൽ ഹാൻഡ് പിക്ഡ് ആണ്. നമ്മള് അങ്ങനെ എല്ലാം എടുക്കുന്നില്ല, നോക്കി സെലക്ട് ചെയ്തിട്ടുള്ള പീസസ് മാത്രമേ കാൻബറ ഒത്തിരി സ്മോൾ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി കെയർഫുൾ ആണ് ഒരേ പോലത്തെ കൊണ്ടുവരാതിരിക്കാൻ. സിൽക്ക് തന്നെയാണ്, സിൽക്ക് സാരി, നല്ലൊരു നല്ല വർക്ക്, കളറ്. നൈസ്, വെരി നൈസ്. നല്ലൊരു കളർ അല്ലേ, നല്ലൊരു ഒണിയൻ, നല്ലൊരു കളർ. അതിന്റെ തന്നെ ഒരു ഡ്യുവൽ കളറായിട്ട് വരും കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കുമല്ലോ അല്ലേ, രണ്ടും സെയിം ആയ പ്ലെയിൻ ആയി പോകണം. ഇത് സിൽക്ക് സാരി. ഇതിന് എത്ര റേറ്റ് ഉണ്ട്? ഇതിന് 90 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിന്റെ ഏതൊരു പുതിയ മെറ്റീരിയൽ ആട്ടോ റേച്ചൽ പറഞ്ഞത്, ബഫ്ത ടസർ. ഞാൻ ആദ്യമായിട്ടായി പേര് കേൾക്കുന്നത്. ഒരു വെറൈറ്റി ടസർ. അതിന്റെ ബോർഡർ കുറച്ചൊരു ഗ്ലിറ്റർ ഉണ്ട്. എന്നാ ബോഡി ഒരു കോട്ടൺ സാരി പോലത്തെ ഒരു ബോഡിയാണ്. ബഫ്ത ടസർ. അതുപോലെ ഇവിടെ ഒരു പസ്റ്റൽ കളർ വിത്ത് ബിഗ് ഫ്ലവേഴ്സ്. ഹാൻഡ് പെയിന്റഡ് ആണ്. ഷിജിക്ക് ഒരു നോട്ടുണ്ടെന്ന് തോന്നുന്നത്. കുറച്ച് കളക്ഷൻസ് ഇവിടെ ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ട്. ഓഫീസ് ടോപ്സ് ഇതാണ്. അതിൽ നമ്മൾ വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. അഗെയിൻ എക്സ്ക്ലൂസീവ് ടു സി. അതെല്ലാം നല്ല ഓർഗാനിക് കോട്ടൺ. കൂടുതലും മെറ്റീരിയൽ ആർട്ടിഫിഷ്യൽ ഡൈസ് ഒന്നുമില്ല. ഇത് മൊഡാലിന്റെ ടോപ്പ് എല്ലാം ഒരു ഷോർട്ട് അല്ലേ? അല്ല, അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയപ്പോ അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഇത് നല്ല ഓഫീസ് ടോപ്സ്, എംബ്രോയിഡറി വർക്ക്. പോകുമ്പോൾ ഇതിങ്ങനെ ചെയ്ത് അത് നാട്ടിലും അവൈലബിൾ ആണോ അതോ നമ്മൾ ഇവിടേക്ക് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് അല്ലേ? എക്സ്ക്ലൂസീവ് ടു സി ആണ്. അപ്പം ഇത് മൊഡാല്, ഉള്ളിലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഒരു ഓവർകോട്ട് പോലെ വന്നിട്ട് അല്ലേ? ഇങ്ങനെ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ കലംകാരിയുടെ സാരി, അതിന്റെ വേറെ കളറ്, ആ ഒരു ഗ്രീൻ കണ്ടതിന്റെ വെറൈറ്റി കളക്ഷൻസാ. ഒന്നും ഇങ്ങനെ സെയിം കാണാത്തതുകൊണ്ട് നമുക്ക് എല്ലാം കാണുമ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പിന്നെ ഇതൊരു ഇത് മധുബാണി. എനിക്കറിയാം, മധുബാണി എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. മധുബണി എന്ന് പറഞ്ഞിട്ട് ആ പ്രിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രിന്റിന്റെ പേരാണ്. നല്ല ഓറഞ്ച് കളർ ബ്ലൗസ് ഒക്കെ നല്ല. അത് അതിന്റെ ആ ഒരു പ്രിന്റിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് മധുബണി. അതിനകത്ത് തന്നെ പിന്നെ കുറെ ചെറിയ കണ്ടോ, നല്ലോണം നോക്കിയത് മീനൊക്കെ കാണാം. മീന്, പീകോക്ക്, അങ്ങനെ ഒരു നല്ല വർക്കാണ്, ഫിനിഷിംഗ് വർക്കാണ്. പിന്നെ നേരത്തെ കണ്ടോലെ സെമി ടെസർ ബ്ലാക്ക്. ഇനിയിപ്പം കാൻബറയിലുള്ളവർക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല, ഓർഡർ നേരിട്ട് കൊടുത്താൽ മതി. കാരണം എല്ലാ സാരിയും വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെ? സ്ക്രീനിൽ ഇപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അയച്ച് തന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുമല്ലോ അല്ലെ? പിന്നെ ഇതെല്ലാം കുറച്ച് നമ്മുടെ ചുരിദാറിന്റെ കളക്ഷൻസ് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. ദാറ്റ്സ് നൈസ്. ആ കളർ ഇത് നമ്മുടെ ജയ്പൂർ കോട്ടൺ ആണ്. അതാണ് ജയ്പൂർ കോട്ടൺ. ഇത് നല്ല രസമുണ്ട്, നല്ല നെറ്റ് ഇതുള്ളത്. മീഡിയം സൈസ്. ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട്? ഷർട്ട് കോളർ ആണ്. ഇതിന്റെ മെറ്റീരിയലിന് നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇവിടെ 110. ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. ഷോളും പാന്റും എല്ലാം ഉണ്ട്. നല്ലൊരു കളർ, നല്ലൊരു ലൈറ്റ് ലാവെൻഡർ. 3 പീസ് സെറ്റ് ആണ്. 3 പീസ് സെറ്റ് ആണ്. ടോപ്പ് ഓൺലി. ഇതൊരു ന്യൂ കോൺസെപ്റ്റ്. നല്ലതാ. ഇതിന്റെ ഷോളും ഉണ്ട്. ഷോൾ ഇങ്ങനെ തന്നെ ഇരിക്കും, ഈ കളർ. പിന്നെ ലെഗിങ്സ് ആണ്. ജസ്റ്റ് കുർത്തീസ് ഒക്കെ വേണമെന്ന് പറയുന്നത് 40 റേഞ്ച് ഒക്കെ ഉള്ളൂ. 40 റേഞ്ച് ഉള്ളൂ. നല്ലൊരു കോട്ടൺ ആണ്. ഫ്രണ്ടിലൂടെ ഒരു വർക്ക് വരുന്നുണ്ട്. ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. ബോട്ടം ഉണ്ടെങ്കിൽ ഇത് ടോപ്പ് ഓൺലി ആണ് അല്ലേ? ഇത് കുർത്തീസ് ഓൺലിയാണ്. ഇത് ഏത് സൈസ് വരുന്നത്? സൈസ് വരുമ്പോ എങ്ങനെയാ? നമുക്ക് ലാർജ്. അപ്പൊ സൈസുകൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ വലിയ സൈസ് ആണ്, അത് കഴിഞ്ഞിട്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് XXL ആണ് കൊണ്ടുവരുന്നത്. പക്ഷെ എനിക്കിപ്പോ പ്ലസ് സൈസിന്റെ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെയും കൂടി കൺസിഡർ ചെയ്ത് കൊണ്ടുവരുവാണ്. പിന്നെ ഇതൊരു ചുരിദാറിന്റെ ഇതാണ്. ജസ്റ്റ് ഇതെല്ലാം പ്രീമിയം കളക്ഷൻ ആണ്. ഇത് നെറ്റ് കോട്ട. നെറ്റ് കോട്ട ഒരു കാലത്തും ഫാഷൻ പോവാത്തതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇമ്മുൻ്റെ ഇതിന് നെറ്റ് കോട്ടയായിരുന്നു. അപ്പം എൻ്റെ ഇവിടെയുള്ള ഒരു ഫ്രണ്ട് ചോദിച്ചു,
നെറ്റ് കോട്ട് എപ്പോഴും ഫാഷൻ ഉണ്ടല്ലേ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ സമയത്ത് കുറേ നാളുകൾക്ക് മുമ്പ് ഫാഷൻ ആയിരുന്നു. ഇതിന്റെ ഷോള് നല്ല രസമുണ്ട്. നല്ല ഒരു ഷോള്. ആ വർക്ക് ഭയങ്കര സൈഡിൽ എംബ്രോയിഡറി വർക്ക് നല്ല രസമുണ്ട്. ഇതാണ് നെറ്റ് കോട്ട. ഈ ഷോളിലെ ഡിസൈനാണ് മാബു ഡിസൈൻ എന്ന് പറയുന്നത്. മാർബിൾ ഡിസൈൻ. മാർബിൾ ഡിസൈൻ. ഓക്കെ ഓക്കെ. മാർബിൾ ഡിസൈന്. പിന്നെതാ നിറച്ച് എംബ്രോയിഡറി വർക്ക്. ഇഷ്ടപ്പെട്ടത് ഇതൊരു സിൽക്ക് സാരി, ഇതൊരു സെമി ബനാറസ് ബ്ലാക്ക്. അല്ല ഏതെടുക്കണ്ടേന്നാണ് കൺഫ്യൂഷൻ. ഏതാണ് ഭംഗി? ഈ സൈഡിൽ നോക്കിയേ, ഈ സൈഡിൽ നോക്കിയേ. ഇതൊരു ഒണിയൻ എന്നും പറയാൻ പറ്റില്ല അല്ലെ, വേറൊരു പീച്ച് കളറിന്റെ ഒരു മിക്സ് കളറാണ്. ഇതിനകത്ത് പ്രിന്റ് ഉണ്ട്. പ്രിന്റ് അല്ല, ഇതെന്താ വീവിങ് ചെയ്തതാണ്. ഒരു എംബോസ് ചെയ്ത പോലെ ഇങ്ങനത്തെ ഒരു ഇത്. പ്ലസ് അതിനകത്ത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ പോലെ തോന്നാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. വെറും ടിഷ്യൂ ആണ് അല്ലേ? ഓക്കെ. അപ്പം ടിഷ്യൂ. ഇത് ബനാറസ്. ഇത് വേണം. ഇതൊരു വെറൈറ്റി വന്നതാണ് കേട്ടോ. ഇതാണ് മൊഡാല്. ഇത് വരുന്നത് സാറ്റിനില്. ഇതൊരു ഗോൾഡൻ പോലത്തെ ഒരു ഷെയ്ഡും ഉണ്ട്. ഒരു സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റുമോ? എന്ത് ബ്ലൂ അത്? ഒരു ഗ്രേ വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഉടുത്തൊന്നും അറിയില്ല. സാറ്റിൻ ഫിനിഷ്. ഓ എന്ത് സോഫ്റ്റ്. രണ്ടും നല്ല കളേഴ്സ്. അപ്പം റേച്ചൽ പറഞ്ഞ ഇതാണ് സിയ ബൊട്ടിക്കിന്റെ പ്രത്യേകത. വെറൈറ്റി ആൻഡ് യുണീക്ക് കളക്ഷൻ. ലിമിറ്റഡ് എഡിഷൻസ് ഓൺലി. ഇനിയില്ല. ഇതിന്റെ ഈ രണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഇനി ഈ രണ്ട് കളർ തന്നെയുള്ളൂ. വേറെ കളേഴ്സ് നിങ്ങൾ ചോദിച്ചാലും തരില്ല കേട്ടോ. അതാണ് ഷിജി കൊടുക്കാൻ പോകുന്നത്. ഷിജി ചോദിച്ചാൽ കൊണ്ടുവരില്ലേ? ഒരുപോലെ ആവരുത്. ഇല്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട്. നല്ലതാ. വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഫംഗ്ഷനും കൊടുക്കാം, അതോ വെറുതെ ഇപ്പം പള്ളിക്ക് കൊടുക്കാനാണെങ്കിലും നല്ലതാ. നൈസ്. മൊഡാലില് സാറ്റിൻ ഫിനിഷ് വരുന്ന സാരി സമീപിക്കുക സിയ ബൊട്ടിക്. ഷിജി എടുത്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? ഇത് ഈ ഒരു മൈക്രോവേവ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കണ്ടോ? ഞാൻ ആദ്യമായിട്ടാ കണ്ടു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ തുറന്ന് ഷിജി കണ്ടോ? ഇല്ല. ഇതാ കണ്ടോ? മൈക്രോവേവിൽ ഇതേ കേക്ക് വെച്ചിരിക്കുന്നു ബേക്ക് ചെയ്യാനായിട്ട്. പക്ഷെ സാധാരണ നമ്മൾ മേലെ നിന്നല്ല എടുക്കുക. അതിനേക്കാളും നല്ല യൂസ്ഫുൾ ആണ്. സൈഡിൽ നിന്ന് നമുക്ക് കാണാം. ഞാൻ എന്തായാലും ഇതുവരെ പോയി മേടിക്കാം. ഓരോന്നോരോന്ന് എടുക്കണ്ടേ. അപ്പൊ ഇത് പിന്നെ വിൻഡോ പോലെ നല്ലൊരു എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടില്ല. അതായത് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കാണുകയും ചെയ്യാം. മേലെ നിന്ന് തുറക്കണ്ട, അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചാലും വിൻഡോ പോലെ തുറന്നാൽ മതി. നല്ലൊരു ഐഡിയ. വാട്ട് ആൻ ഐഡിയ സർജി. അപ്പൊ നമ്മള് റേച്ചലിന്റെ സൽവാറും അതുപോലെ തന്നെ സാരി കളക്ഷനും കണ്ടു. നല്ല യുണീക്ക് കളക്ഷൻസ് ആണ്. അപ്പോൾ കാനഡയിലുള്ളവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ ഇവിടെ വരിക, വന്നെടുക്കുക. നല്ല കളക്ഷൻസ് ആണ്. നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ.